ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ അവസാനത്തെ 8 പേരിലേക്ക് ഇപ്പം കളി എത്തി നിൽക്കുകയാണ്. ഇന്നും നാളെയായിട്ട് നല്ല 4 മത്സരങ്ങൾ നടക്കുകയാണ്. നേരത്തെ ഈ 8 ടീമുകളിലേക്കുള്ള പ്രവചനത്തിൽ ദിലീപ് ഏതാണ്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പം ഈ ടീമുകളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പാനിഷ് ആധിപത്യമുണ്ട്. പ്രത്യേകിച്ചും ലാ ലീഗയുടെ ഒരു സ്ട്രക്ചറൽ ഡോമിനൻസ് ആണോ അത് കാണിക്കുന്നത്? 2 ഇംഗ്ലീഷ് ടീമുകളല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു കളിയിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പാനിഷ് ആധിപത്യം കാണുന്നുണ്ട്. പക്ഷെ ഇതിന് മുമ്പത്തെ റൗണ്ട് നോക്കുമ്പോൾ 16-ൽ 6 ഇംഗ്ലീഷ് ടീമുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് 3 വളരെ ശക്തമായ സ്പാനിഷ് ടീമുകളാണ്. ഇംഗ്ലണ്ടിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കൊല്ലമായിട്ടുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ 3 ടീമുകളെ വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളൂ. മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ആർസണൽ, അതിൽ 2 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ സിറ്റി റയൽ മെഡ്രിഡിനോട് തോറ്റു. അപ്പൊ അത് കുറെ ഡ്രോന്റെ ഭാഗ്യം കൂടി കാരണമാണ്. ഇപ്പൊ ബാഴ്സലോണയ്ക്കൊക്കെ കിട്ടിയ മത്സരം കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇപ്പൊ ചെൽസിക്കൊക്കെ കിട്ടിയത് PSG ആണ്, ബാഴ്സലോണയ്ക്ക് കിട്ടിയത് ന്യൂകാസിൽ. അങ്ങനെ ഡ്രോന്റെ ലക്കും അനുസരിച്ച് കുറെ ഇരിക്കും. അല്ലാതെ ഈ ലീഗിന്റെ എന്തെങ്കിലും സ്ട്രക്ചറൽ സാധനങ്ങൾ ഫുട്ബോളിനെ കുറച്ചും കൂടി ഹൈറ്റിലേക്ക് കൊണ്ടുവരുന്നത് ലാ ലീഗയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ലാ ലീഗയിൽ കളിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എളുപ്പമെന്ന് പറഞ്ഞാല് കുറെ നല്ല ടീമുകളുണ്ട്. പക്ഷെ കളിയുടെ ഇന്റൻസിറ്റി EPLന്റെ അത്ര ഇല്ല. ഒരു കോമ്പറ്റീഷൻ കുറവാണ്. ഇംഗ്ലണ്ടില് 2 കപ്പ് കോമ്പറ്റീഷൻ ഉള്ളത് കാരണം മാർച്ച് ആകുമ്പോഴേക്കും ഈ വർക്ക് ലോഡ് കൂടി പല ടീമുകൾക്കും പരിക്കും ഇതൊക്കെ ആയിട്ട്. പാസ്റ്ററിനൊക്കെ ആദ്യം വലിയ പ്രശ്നമായിട്ടുണ്ട്. കുറെ വലിയ കളിക്കാർ ഒന്നുമില്ലെങ്കിൽ പരിക്ക്, അല്ലെങ്കിൽ പരിക്കുന്ന ഇപ്പൊ തിരിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ അതൊരു വലിയ വ്യത്യാസം. ഇപ്പൊ സ്പെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ടീമുകൾ റയൽ മെഡ്രിഡും ബാഴ്സലോണയും കുറെ മുന്നിലും, പിന്നെ കുറച്ച് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. വിയറയാലും അത്ലറ്റിക്കോ മെഡ്രിഡും ആണ് 3rd-ഉം 4th-ഉം. പിന്നെ വളരെ വലിയൊരു ഗ്യാപ്പ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഇംഗ്ലണ്ടിലില്ല. ഇപ്പൊ 12ാമത്തെ സ്ഥാനത്തുള്ള ടീമും ചാമ്പ്യൻസ് ലീഗ് സ്ഥാനത്തുള്ള ടീമും തമ്മിൽ 4-5 പോയിന്റ് വ്യത്യാസം. ഇന്നത്തെ കളികൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് നമ്മൾ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും തമ്മിലുള്ള കളി എടുക്കുകയാണെങ്കിൽ അതിൽ ബയൺ മ്യൂണിക്കിനാണ് പൊതുവേ ഒരു മേൽക്കൈ ഉള്ളതെന്ന് പറയുന്നത്. ഏതാണ്ട് 42% ആണ് അതിൻ്റെ വിജയസാധ്യത പല ആൾക്കാരും പ്രവചിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു ഘട്ടത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് ദിലീപ് ഒരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കളീൻ്റെ ഒരു ടാക്ടിക്സും ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പ്രവചിക്കാൻ പറ്റുക? ഇത് കഴിഞ്ഞ റൗണ്ടിന് മുമ്പ് ഇതേപോലെ സിറ്റിക്കായിരിക്കും മുൻതൂക്കം എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഈ ഒരു കളിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്, സാധാരണ ഈ 2 ലെഗ് മാച്ചസ് വരുമ്പോൾ 2ാം ലെഗിൽ ആർക്ക് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക് മുൻതൂക്കം എന്നാണ് പറയുക. പക്ഷെ ഇപ്പൊ ഈ അവേ ഗോൾസ് റൂൾ മാറ്റിയത് കാരണം ശരിക്കും ആദ്യത്തെ ലെഗ് ഹോം ഗ്രൗണ്ട് കളിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിലൊരു നല്ല കാര്യം. അപ്പൊ കഴിഞ്ഞ റൗണ്ടില് റയൽ ശരിക്കും ഒരു പകുതി തന്നെ കളി തീർത്തു. 3 ഗോൾ അടിച്ചിട്ട് പിന്നെ സിറ്റിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അപ്പൊ ഇന്നും അതേപോലെ ആയിരിക്കും. അവർക്ക് നന്നായി തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാല് എന്തും സംഭവിക്കാം. പക്ഷെ ആദ്യത്തെ ഒരു പകുതി ബയൺ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, പൊതുവെ ഈ സീസണിന്റെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ബയൺ ജയിക്കേണ്ടതാണ്. എല്ലാ വിധത്തിലും ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീം എൻ്റെ അഭിപ്രായത്തിൽ യൂറോപ്പിൽ തന്നെ ആർസണലിന്റെന്നൊക്കെ ബാഴ്സലോണിന്റെന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ടീം ശരിക്കും ബയൺ ആണ്. അറ്റാക്കും ഡിഫൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബയണിനെ തോൽപ്പിക്കാൻ പറ്റണ ഒരു ടീം ഒന്ന് ഈ 2 ക്ലബ്ബ് തമ്മിൽ ഭയങ്കര ചരിത്രമാണ്. യൂറോപ്യൻ ഫുട്ബോളിന്റെ എൽ ക്ലാസിക്കോ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കളി 28 തവണ ഇവർ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഈ കോമ്പറ്റീഷന് തന്നെ. അതിൽ 13-11 മുൻതൂക്കമുണ്ട് ഇപ്പൊ റിയാലിന്. പക്ഷെ ബയൺ ജയിച്ചിട്ട് ഇപ്പൊ ഏകദേശം 15 കൊല്ലമായി. കഴിഞ്ഞ 9 മാച്ചുകളിൽ അവർ ജയിച്ചിട്ടില്ല റിയാലിനെതിരെ. ടാക്ടിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻസെന്റ് കമ്പനിയുടെ ബയൺ ആണ് ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ടീം. പക്ഷെ റിയാലിന്റെ ഇൻഡിവിജ്വൽ മികവ് കാരണം ഈ കൗണ്ടർ അറ്റാക്കിൽ ഇവരെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന കളിക്കാർ, അതിപ്പോ എംബാപ്പെ ആയാലും വിനീഷ്യസ്, മറ്റേ മിഡ്ഫീൽഡിൽ നിന്ന് ചുവമനി, വാൽവേർഡെ, റൈറ്റ് ബാക്കിൽ അലക്സാണ്ടർ ആർണോൾഡ്, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് കുറെ മികച്ച കളിക്കാരുണ്ട്.
ആ ബയണിനെ തോൽപ്പിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ടീമിനെ പറ്റുള്ളൂ. ആ കൗണ്ടർ അറ്റാക്കില് എന്താ വെച്ചാൽ അവരുടെ ഡിഫൻസ് ഉപ്പുമെക്കാനോ ജോൺസൺ ടാ വളരെ നല്ലൊരു സെൻട്രൽ ഡിഫൻസീവ് പാർട്ട്ണർഷിപ്പാണ്. പക്ഷെ അവരെ മറികടക്കാൻ കഴിവുള്ള ഒരു ഫോർവേഡ് ലൈൻ ഈ റയലിന്റെ ഫോർവേഡ് ലൈനാണ്. പക്ഷെ മറ്റേ വശത്തും ഈ മെഡ്രിഡിന്റെ ഡിഫൻസ് ഇപ്പൊ കഴിഞ്ഞ ഈ വീക്കെൻഡ് തോറ്റു, റയൽ മയോർക്കയോട് ലീഗയിൽ തോറ്റു, ലീഗ് പോയ പോലെയാണ് ഇപ്പൊ. ഇത് തന്നെ ഇനിയിപ്പൊ ജയിക്കാൻ പറ്റുള്ളൂ ശരിക്കും. പക്ഷെ അതില് മൈക്കിൾ ഒളീസ്, ഹാരി കെയ്ൻ ഫിറ്റ് ആണോന്ന് ആർക്കും ഉറപ്പില്ല. ട്രെയിൻ ചെയ്തു ഇന്നലെ. ഇവരെ തടുക്കാൻ പറ്റുമോ? ലൂയിസ് ഡിയാസ്, ഇങ്ങനത്തെ ഒരു ഫോർവേഡ് ലൈൻ. മൂസിയാല ഫുള്ളി ഫിറ്റ് ആണോന്ന് അറിയില്ല. പക്ഷെ അവർക്കും ബയണിനും അങ്ങനെ കുറെ നല്ല കളിക്കാരുണ്ട്. അപ്പൊ ഇത് കുറെ ഗോൾ ഉണ്ടാവാൻ പോണ ഒരു കളിയായിരിക്കും. രണ്ടാമത്തെ കളി സ്പോർട്ടിംഗ് സിപിയും ആർസനലുമാണ്. അതിനകത്ത് ഇപ്പം ആർസനലിന്റെ ഒരു കുതിപ്പാണ് നമ്മൾ ഈ സീസണിൽ കണ്ടോണ്ടിരുന്നതെങ്കിലും ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റു, പിന്നെ FA കപ്പിലുള്ള തോൽവിയും. അപ്പൊ അത് അവരെ എങ്ങനെയെങ്കിലും സൈക്കോളജിക്കലി അത് ബാധിക്കുമോ ഈ കളിയിൽ? ഒരു കണക്കിന് FA കപ്പിലത്തെ തോൽവി ശരിക്കും ഒരു ഞെട്ടിക്കൽ തന്നെ. സിറ്റിയോടെ ഒരു ഫൈനലിൽ തോൽക്കേണ്ടത് ഒരു വലിയ കാര്യമല്ല. പല ടീമുകളും തോറ്റിട്ടുണ്ട്. അത് അത്രയും നല്ലൊരു ടീമാണ്. ഇത് ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന സൗത്ത് ആംപ്ടനോട് തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കളിക്കാരെ തന്നെ അത് ഒന്നും ഞെട്ടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെ തന്നെ ഇതുവരെയുള്ള മാർച്ച് വരെയുള്ള ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആർസനൽ ജയിക്കായിരുന്നു എന്നേ പറയുള്ളൂ. പക്ഷെ ഇത് ആദ്യത്തെ ലെഗ് നേരത്തെ പറഞ്ഞ പോലെ റയലിനുള്ള അഡ്വാൻറ്റേജ് പോലെ സ്പോർട്ടിംഗ് ഹോം ഗ്രൗണ്ട് കളിക്കുകയാണ്. അവര് കഴിഞ്ഞ റൗണ്ടിൽ 3-0 തിരിച്ചു വന്നിട്ട് 5-3 ജയിച്ചു അവരുടെ ഹോം ഗ്രൗണ്ടിൽ. അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പൊ എങ്ങനെ തുടങ്ങും? സ്പോർട്ടിങ്ങിന് ഇതേപോലെ പാരമ്പര്യമുണ്ട് യൂറോപ്പിൽ. കഴിഞ്ഞ സീസൺ സിറ്റിയെ 4-1 തോൽപ്പിച്ചു അവരുടെ ഹോം ഗ്രൗണ്ടിൽ. ഇപ്പൊ പോർച്ചുഗീസ് ലീഗില് പോർട്ടോ ആണ് മുന്നിൽ നിൽക്കണം, പക്ഷെ ഇവര് തൊട്ട് പിന്നിലാണ്. ഇപ്പൊ കഴിഞ്ഞ 70 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അവര് 3 ലീഗ് ടൈറ്റിൽ അടുപ്പിച്ച് ജയിച്ചിട്ട്. പക്ഷെ ഈ സീസൺ നല്ല സാധ്യതയുണ്ട്. അപ്പൊ അവര് നല്ല ടീമാണ്. ഇതേപോലെ കൗണ്ടർ അറ്റാക്കിൽ വളരെ ശക്തമായ ടീമാണ്. അപ്പൊ എല്ലാ വിധത്തിലും ആർസനൽ സൂക്ഷിക്കണം. ബുക്കായോ സാക്ക ഇല്ല, ഡെക്ലൻ റൈസ് ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്നല്ല, പക്ഷെ ഫുള്ളി ഫിറ്റ് ആണോ എന്നറിയില്ല. ഡിഫൻസിൽ ഗാബ്രിയലിനും പരിക്കായിരുന്നു കഴിഞ്ഞ കപ്പ് മാച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞൊരു 3-4 സീസണായി നമ്മൾ നോക്കുകയാണെങ്കിൽ ആർസനലിന്റെ സീസൺ എപ്പോഴും മാർച്ച് ഏപ്രിൽ ആകുമ്പോഴാണ് താഴോട്ട് പോകും. അപ്പൊ അതിപ്രാവശ്യം അവർക്ക് തടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇപ്പൊ 2 ലെഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം ആർസനൽ 2 ഗോളിനെങ്കിലും ജയിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഫോം കാരണം സ്പോർട്ടിംഗ് അവരുടെ ഹോം മാച്ച് ജയിച്ചാൽ എന്ത് സംഭവിക്കാം? നാളത്തെ ഒരു മത്സരം ചാമ്പ്യന്മാരായ PSG-യും ലിവർപൂളും തമ്മിൽ. ലിവർപൂളിന്റെ ഇപ്പോഴത്തെ ഒരു ഫോം അനുസരിച്ച് അതൊരു ഏകപക്ഷീയമായ കളിയായിരിക്കും എന്നുള്ള പ്രവചനങ്ങളാണ് അധികം വരുന്നത്. ഏതാണ്ട് 53% ഒക്കെ സാധ്യതയായിട്ടാണ് PSG-യുടെ ഭാഗത്ത് ആൾക്കാർ നിൽക്കുന്നത്. ദിലീപ് എങ്ങനെയായാലും കാണുന്നു ഇപ്പോഴത്തെ ലീഗ് ഫോമും ആകപ്പാടുള്ള ഇംഗ്ലണ്ടിലുള്ള കളികളത്തെ ഫോം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാൻസും ഇല്ല ലിവർപൂൾ. പക്ഷെ ഈ ഒരു കോമ്പറ്റീഷൻ നമ്മൾ കഴിഞ്ഞ റൗണ്ടിന് മുമ്പ് റയൽ മെഡ്രിഡിനെ പറ്റി പറഞ്ഞ പോലെ ഈ 2 ടീമുകൾക്ക് ഈ കോമ്പറ്റീഷനിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്പിരിറ്റാണ് ആ ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ. പിന്നെ രണ്ടാമത്തെ ലെഗ് ആൻഫീൽഡിലാണ്. സാധാരണ ഞാൻ ഒരു യൂറോപ്യൻ മാച്ചിൽ ലിവർപൂളിന് രണ്ടാമത്തെ ലെഗ് ആൻഫീൽഡിലാണെങ്കിൽ ഞാൻ അവരെന്തായാലും ജയിക്കുന്നേ പറയുള്ളൂ. മിക്ക ടീമുകൾക്കും അത് താങ്ങാൻ പറ്റില്ല. മെസ്സിയുടെ ബാഴ്സലോണ വരെ അവിടെ പോയി തോറ്റിട്ടുണ്ട് 2ാം ലെഗിൽ. പക്ഷെ ഇത്തവണത്തെ ഈ സീസണിലത്തെ പ്രദർശനം വെച്ച് നോക്കുമ്പോൾ PSG ആണെങ്കിൽ ജനുവരിക്ക് ശേഷം ഇങ്ങനെ നന്നായി വന്നിട്ടുമുണ്ട്. അവരാ ശരിക്കുള്ള ടൈം നോക്കി പീക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിലത്തെ ടൈറ്റിൽ റേസ് ഇപ്പൊ ഏകദേശം അവര് ഫിനിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ, പക്ഷെ 4 പോയിന്റ് ആയില്ലേ. ഈ ചാമ്പ്യൻസ് ലീഗിലും അതേപോലെ ചെൽസിയെ ശരിക്കും തൂത്തുവാരി കഴിഞ്ഞ റൗണ്ടിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ടീമാണ്. ഇപ്പൊ മിക്ക കളിക്കാരും ഇപ്പൊ പരിക്കേറ്റുന്ന കുറച്ച് കളിക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ലിവർപൂളിന്റെ
ഈ സീസണിലത്തെ ഡിഫൻസ് വെച്ച് നോക്കുമ്പോൾ ക്വാററ്റ്സ്കേലിയ, ഡുവെ, ഡെംബെലെ, മറ്റേ മിഡ്ഫീൽഡിൽ നിന്നുള്ള വിറ്റീനിയ, ജാവോ നെവസ് ഇവരെയൊക്കെ തടുക്കാൻ പറ്റും. പിന്നെ 2 ഫുൾ ബാക്സും എല്ലാ PSG കളിയിലും അഷ്റഫ് ഹക്കീമി, ന്യൂനോ മെൻഡസും അവര് അറ്റാക്കിങ് മാത്രമല്ല ഡിഫെൻഡ് ചെയ്യാനും അറിയാം. അപ്പൊ എല്ലാ വിധത്തിലുള്ള എനിക്ക് ആകെയുള്ള ഒരു സംശയം PSG പറ്റി ഗോൾ കീപ്പറാണ്. കഴിഞ്ഞ തവണ ഡൊണോറമ ഉണ്ടായിരുന്നു, ഇത്തവണത്തെ ഗോൾ കീപ്പർ ആ ഒരു ലെവലല്ല എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ലെഗിൽ എങ്ങനെയെങ്കിലും ഒരു ഗോളിലധികം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ ഒരു 1-0, 2-1 ആണെങ്കിൽ ചിലപ്പോൾ തിരിച്ച് ആൻഫീൽഡ് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റയലിന്റെ കാര്യം പറഞ്ഞ പോലെ എന്തും സംഭവിക്കാം ആൻഫീൽഡ് ആയത് കാരണം. 4ാമത്തെ കളി ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലാണ്. അതിനകത്തും ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു അബവ് 60% ചാൻസ് ആണ് ബാഴ്സലോണയ്ക്ക് ആൾക്കാർ കൊടുക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അറ്റാക്കിംഗ് ഒരു ഇതൊന്നും നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലത്തെ ഏറ്റവും മികച്ച ടീം ഇപ്പൊ ബാഴ്സലോണയാണ്. ഏതൊരു കളിയും ഇപ്പൊ നമ്മൾ ന്യൂകാസിലിനെതിരെ കഴിഞ്ഞ റൗണ്ടിൽ കണ്ടു, ഒരു 5-10 മിനിറ്റ് കൊണ്ട് 3-4 ഗോൾ അടിച്ച് കളി തീർക്കാൻ പറ്റും. അത്രയധികം കളിക്കാരുണ്ട് ആ കഴിവുള്ള. പിന്നെ ഇപ്പൊ ലീഗ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ലീഗ് അവരെ ജയിച്ച പോലെയാണ്. 8 കളി ബാക്കിയുണ്ട്, 7 പോയിന്റിന്റെ ഗ്യാപ്പായി. ഇപ്പൊ ഒരു കാലത്ത് 1 പോയിന്റ് ആയിരുന്നു, അതിപ്പോ 7 ആയി. അപ്പൊ അതിലിപ്പോ അത്ര ശ്രദ്ധ വെക്കേണ്ട ആവശ്യമില്ല, മുഴുവൻ ശ്രദ്ധയും ഇതിലേക്ക് വരാം. മറ്റേ അത്ലറ്റിക്കോന് അങ്ങനെയല്ല. അത്ലറ്റിക്കോന് ഇപ്പോ 4ാം സ്ഥാനത്തേക്ക് ആയിക്കഴിഞ്ഞു ലീഗില്. പിന്നെ പണ്ടത്തെ അത്ലറ്റിക്കോ അല്ല, പണ്ട് ഇപ്പൊ 14-നും 17-നും ഇടയ്ക്ക് 2 തവണ ഫൈനലിൽ എത്തി, ഒരു സെമി എത്തി. അതിനുശേഷം സെമി പോലും എത്തിയിട്ടില്ല. അതിന് ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ സിമിയോണി കുറെ സ്റ്റൈലൊക്കെ മാറ്റി കുറേം കൂടി അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമായിട്ടുണ്ട്. കളി കുറേം കൂടി കാണാൻ രസമാണ് ഇപ്പൊ അത്ലറ്റിക്കോന്റെ. പക്ഷെ പണ്ടത്തെ ആ ഡിഫെൻസീവ് സോളിഡിറ്റി ഇല്ല. ഇപ്പൊ ലാലിഗയിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കോന്റെ നല്ല ഡിഫെൻസീവ് റെക്കോർഡ് ബാഴ്സലോണയ്ക്ക്. ഏറ്റവും മികച്ച ടീം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരു കളിയിൽ 1 ഗോളിന് താഴെ വഴങ്ങുക, 2.5 ഗോളിന് അധികം ഗോൾ അടിക്കുക. അത് ഈ ബാഴ്സലോണ ടീമിനുണ്ട്. 30 കളിയിൽ 80 ഗോൾ അടിച്ചിട്ടുണ്ട്, 29 ഗോളൊറ്റേ വഴങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതാണ് ശരിക്കും ഒരു ക്ലാസ് ടീമിന്റെ ഒരു മാർക്ക്. അതാണ്. ഇപ്പൊ 2 ലെഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കളിയാണെങ്കിൽ ചിലപ്പോ അത്ലറ്റിക്കോനെ അവരെ അപ്സെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ഹൂലിയൻ ആൽവറസ്, അങ്ങനെ ലുക്മൻ, അങ്ങനെ കുറെ നല്ല അറ്റാക്കിംഗ് കളിക്കാരുണ്ട്. ഗ്രീസ്മൻ ആണെങ്കിൽ പണ്ട് ബാഴ്സലോണയ്ക്ക് കുറച്ചു കാലം കളിച്ച കളിക്കാരൻ. അപ്പൊ അതിന്റെ ഒരു വാശി ഉണ്ടാവും. അങ്ങനെ കളിക്കാരുണ്ട് അവർക്കും. പക്ഷെ അവർക്ക് ബാഴ്സലോണയെ തടുക്കാനുള്ള ഡിഫൻഡേഴ്സ് ഇപ്പൊ ഉണ്ടോന്ന് സംശയം. ഇതില് ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ആയതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ താല്പര്യം കണ്ടു. എന്നാലും ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു ഫുട്ബോൾ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ദിലീപ് ഇതിനകത്തൊരു പ്രൊഡിക്ഷൻ നടത്തുകയാണെങ്കിൽ സെമി ഫൈനലിലേക്ക് എത്താൻ പോകുന്ന 4 ടീമുകൾ ഏതൊക്കെയായിരിക്കും? ഏറ്റവും എളുപ്പം സെലക്ട് ചെയ്യാനുള്ളത് ബാഴ്സലോണ എത്തുന്ന എനിക്ക് ഏകദേശം ഉറപ്പാണ്. ആഴ്സണലും എത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ആ കപ്പിലത്തെ ഞെട്ടിക്കലിന് ശേഷം എനിക്ക് തോന്നുന്നു കളിക്കാർ കുറച്ചും കൂടി ഒരു എനർജിയോടുകൂടി കളിക്കും. അപ്പൊ ആഴ്സണലും ബാഴ്സലോണയും എനിക്ക് ഏകദേശം അവരെ ഏറ്റുമുട്ടുന്ന ഏകദേശം ഉറപ്പാണ്. മറ്റേ സൈഡില് ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ PSG എന്തായാലും അത് 1-2 ഗോളിനല്ല, ചിലപ്പോൾ 3 ഗോളിന് വരെ 2 ലെഗും വെച്ചിട്ട് PSG ജയിക്കേണ്ടതാണ്. ആ ഒരു ആൻഫീൽഡ് ഫാക്ടർ ഉണ്ടെന്ന് മാത്രം. മറ്റേ ഞാൻ പറയാം, എപ്പോഴും റിയാലിന്റെ എന്ത് ഫോമാണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ സീസണിൽ യൂറോപ്പിലത്തെ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ബയറിന്റെ മൈക്കിൾ ഒളീസയാണ്. അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഒരു കളിക്കാരനുള്ളത് കാരണം ഞാൻ പറയുന്നത് ബയറിനായിരിക്കും 4ാമത്തെ.